നമ്മളിനി കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, കൊച്ചിയിലേക്ക് സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യാനുള്ള അനുമതി അടക്കം ബോബി ചെമ്മണ്ണൂർ തേടിയിരുന്നു. പക്ഷേ ഇതൊന്നും അനുവദിച്ചില്ല പോലീസ് സംഘം എന്നുള്ളതാണ്. ലൈംഗിക അധിക്ഷേപ കേസിലെ പ്രതിക്ക് നൽകുന്ന പരിഗണന മാത്രം നൽകിയാണ് പോലീസ് അദ്ദേഹത്തെ ഇപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത്. എപ്പോഴത്തേക്ക് കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്? അവിടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ എന്നാണ് വിശദാംശങ്ങൾ കൂടുതൽ. ഭവ്യ, വൈകിട്ട് ഏതാണ്ട് ഒരു 6 മണിയോടുകൂടി എത്തുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഇപ്പോഴും വയനാട് കഴിഞ്ഞു, മുക്കവും പ്രദേശം കഴിഞ്ഞ് മുന്നോട്ട് പോന്നിരിക്കുന്നു പോലീസിൻ്റെ സംഘമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരു നോർമൽ ടൈം വെച്ച് കൂട്ടുകയാണെങ്കിൽ പോലും ഒരു 6 മണിയോടുകൂടി ഇവിടെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് നമ്മൾക്കിപ്പോൾ ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസിൻ്റെ വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു നീക്കമാണ് ഒളിവിൽ പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ തടയിടാനായിട്ട് സാധിച്ചത്. പുലർച്ചെ തന്നെ പോലീസ് സംഘം അവിടെ എത്തുകയും ഇതനുസരിച്ച് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തുകയും ഇത് നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിരുന്നു. കോയമ്പത്തൂരിലെ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിനു ശേഷം ബംഗളൂരുവിലേക്ക് കടക്കുക, തുടർന്ന് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ഇവിടെ തുടങ്ങിയിരുന്നു. അഭിഭാഷകരുമായി സംസാരിച്ചതായാണ് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഒളിവിലിരുന്നുകൊണ്ട് മുൻകൂർ ജാമ്യം നേടിയ ശേഷം പിന്നീട് പുറത്തേക്ക് വരിക എന്നതെല്ലാം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ നീക്കമാണ് പോലീസിൻ്റെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ആ നീക്കമാണ് പോലീസ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇതിനുശേഷം പിടിയിലാകുമ്പോൾ ബോബി ചെമ്മണ്ണൂർ ആവശ്യപ്പെട്ട തൻ്റെ ആഡംബര വാഹനത്തിൽ തന്നെ കൊച്ചിയിലേക്ക് വരാൻ തന്നെ അനുവദിക്കണമെന്നതടക്കമുള്ളൊരു ആവശ്യങ്ങൾ ഈ പോലീസ് സംഘത്തിന് മുന്നിലേക്ക് വെച്ചു എന്നതാണ് പറയുന്നത്. പക്ഷേ പോലീസ് അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തില്ല. കാരണം ഇത് ഇത്തരം ഒരു കേസിൻ്റെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അതുമാത്രവുമല്ല, ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടികൂടുന്ന ഒരു പ്രതിക്കാണ് ഇപ്പോൾ പ്രതിയാകുന്ന ഒരാൾക്കാണ് ഇത്തരം ഒരു ആനുകൂല്യങ്ങൾ കൊടുക്കാതൊന്നും സാധ്യമല്ല എന്ന് തന്നെ പോലീസ് വിശദീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും വൈകുന്നേരത്തോടുകൂടി ഇവിടേക്ക് 6 മണിയോടുകൂടി ഇവിടേക്ക് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം അതിന് മുൻപായിട്ട് തന്നെയും ഹണി റോസിൻ്റെ വിശദമായൊരു മൊഴി അടക്കം എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ ഇവിടെ വെച്ച് തന്നെ ആകില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെ മൊഴി അതിന് മുൻപായിട്ട് തന്നെ ശേഖരിക്കും. ഇതിനുശേഷം ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും പിന്നീട് സ്വാഭാവികമായി കേസിൻ്റെ ഗുരുതരമായ വകുപ്പുകളടക്കമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്യും. പിന്നീട് വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുമോ എന്നതിൽ മാത്രമാണ് നമുക്ക് ഇനി അറിയേണ്ടത്. കാരണം ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ കൂടുതലും അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പോലും അതിന് സാവകാശമുണ്ട്. അതിന് ഇത്തരം മണിക്കൂറിന് ശേഷം ഒരു ദിവസത്തെ ശേഷം ഹാജരാക്കുക എന്നതാണ്. അപ്പോൾ പിറ്റേന്നായാലും ഹാജരാക്കിയാൽ മതിയാകും. പക്ഷേ അത് ചില കേസുകളിൽ അടിയന്തരമായിട്ട് തന്നെയും മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കാറുണ്ട്. ചിലപ്പോൾ കോടതിയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലോ ആയിരിക്കും. എന്തായാലും അത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കൂടിയാലോചന ഇതിന് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനെ ഇവിടേക്ക് എത്തിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും ആദ്യത്തേതുള്ളത്. അതിനുശേഷം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് എപ്പോൾ രേഖപ്പെടുത്തും എന്നതിനെ ആശ്രയിച്ചാണ് പിന്നീട് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുക, അതിനു മുമ്പ് വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കുക എന്ന കാര്യങ്ങളുള്ളത്. ഒപ്പം ഹണി റോസിൻ്റെ പരാതിയിൽ നേരത്തെയും ഈ പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്നതടക്കമുള്ള പരാതിയിൽ നിലവിലൊരു അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. നിരവധി പേർക്കെതിരെ ഇത്തരം പല അക്കൗണ്ടുകളും നിരീക്ഷണത്തിൽ തന്നെയാണ്. ചിലർ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ തന്നെ ചിലർ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഈ കമൻ്റ് ഇട്ടവർ തന്നെയും പലരും തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും തന്നെയും ഈ ഒരു സാഹചര്യം പോലീസ് വളരെ കൃത്യമായിട്ട് തന്നെ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകാൻ തന്നെയാണ് പോലീസ്. മാത്രമല്ല ഇവിടെ എറണാകുളം സെൻട്രൽ പോലീസിന്റെ ഇടപെടൽ അത് എടുത്തു പറയേണ്ടതൊന്നു തന്നെയാണ്. കാരണം ഒരു തരത്തിലും ഒളിവിൽ പോവാൻ സാധിക്കാത്ത വിധം പഴുതടച്ചുള്ള ഒരു അറസ്റ്റ് കസ്റ്റഡി ആയിരുന്നു ഇപ്പോൾ സംഭവിച്ചതെന്ന് വളരെ വ്യക്തമാണ്. കാരണം ആദ്യം തന്നെ പോലീസ് ഉറപ്പാക്കിയത് തങ്ങളുടെ കൺമുന്നിൽ തന്നെ ബോബി ചെമ്മണ്ണൂർ ഉണ്ട് എന്നതാണ്. അത് മനസ്സിലാക്കിയ ശേഷം പരാതി ലഭിച്ച മണിക്കൂറുകൾക്കകം തന്നെ വയനാട്ടിലേക്ക് ഈ സംഘം പുറപ്പെട്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഈ ഒരു പരാതി നമുക്ക് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിൽ വലിയ രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചുവെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഈ പോലീസിൻ്റെ നീക്കങ്ങൾ. കാരണം നടപടികൾ വേഗത്തിലാകണം, കൃത്യമായൊരു മറുപടി ഈ രീതിയിലുള്ളവർക്ക് കൊടുക്കണമെന്ന രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലെല്ലാം തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചടുലമായൊരു നീക്കങ്ങൾ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കാരണം തീർത്തും നാടകീയം എന്നെല്ലാം പറയുന്ന രീതിയിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയത്. ആരെയും തന്നെ അറിയിക്കാതെ വളരെ പുലർച്ചെ തന്നെ വയനാടെത്തുക, ഇവിടെ നിന്ന് കൊച്ചി
കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം അവിടെ എത്തുകയും ഇദ്ദേഹത്തെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരികയും എല്ലാം തന്നെ ചെയ്തു. പുലർച്ചെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുൻപാകെ പോലീസ് വാഹനങ്ങൾ എത്തുകയും അവിടെ നിന്ന് കസ്റ്റഡിയിലേക്ക് എടുക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ആ പോലീസ് സംഘത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത്. കാരണം ഈ വാഹനത്തിന് കുറുകെ തന്നെ പോലീസ് സംഘം അവിടെ നിന്ന് ഇയാൾ എസ്റ്റേറ്റിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ കൃത്യമായി എത്തുകയും അവിടെ പോലീസ് എത്തുന്ന വിവരങ്ങൾ ബോബി ചെമ്മണ്ണൂർ മനസ്സിലാക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. അപ്പോൾ പോലീസിൻ്റെ വളരെ കഠിനമായ നീക്കങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് എടുക്കാനായിട്ട് തന്നെ സാധിച്ചിട്ടുള്ളത്. ഏതായാലും വൈകുന്നേരത്തോടു കൂടി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടേക്ക് എത്തിക്കും. അതിന് മുൻപ് അനി റോസിൻ്റെ മൊഴിയെടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതിനുശേഷം തന്നെയായിരിക്കും ഇയാളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുക, തുടർ നടപടികൾ ഉണ്ടാകുക.